ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ 2ാം ഘട്ടമാണ് ഇന്നലെ 11-ാം തീയതി നടന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത് നോക്കിയവർക്ക് അറിയാൻ പറ്റും ന്യൂ SCRT ഭാഗത്ത് നിന്നും നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ന്യൂ SCRT പാഠഭാഗത്ത് നിന്നുള്ള ജോഗ്രഫി ടെക്സ്റ്റിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് സെലക്ട് ചെയ്തിട്ടാണ് ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കത് നോക്കാം. ഒന്നാമതിതാ മടക്കുപർവ്വതങ്ങൾ അല്ലെങ്കിൽ ഫോൾഡ് മൗണ്ടെയ്ൻസ്. ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദ ബലത്താൽ മടങ്ങി മടക്കുപർവ്വതങ്ങൾ രൂപപ്പെടാറുണ്ട്. വലനം എന്ന ഈ പ്രക്രിയയിലൂടെയാണ് മടക്കുപർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. ഹിമാലയം, ആൽപ്സ് തുടങ്ങിയ പർവ്വതനിരകൾ ഇത്തരത്തിൽ രൂപപ്പെട്ടതാണ്. അപ്പോൾ മടക്കുപർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ഏതൊക്കെ? ഹിമാലയം, ആൽപ്സ് എന്നിവ. ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദ ബലത്താൽ മടങ്ങി വലനം സംഭവിച്ചിട്ടാണ്, അതായത് ഫോൾഡിംഗ് സംഭവിച്ചിട്ടാണ് മടക്കുപർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. ഹിമാലയം, ആൽപ്സ് എന്നിവ ഉദാഹരണങ്ങളാണെന്ന് ഓർത്തിരിക്കുക. അടുത്തത് പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങൾ. പടിഞ്ഞാറൻ ഹിമാലയത്തിലും കിഴക്കൻ ഹിമാലയത്തിലുമായുള്ള പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങളാണ് തന്നിട്ടുള്ളത്. നോക്കാം. ആദ്യം പടിഞ്ഞാറൻ ഹിമാലയം. ഡച്ചിങ്ഹാം ജമ്മു കാശ്മീരിലാണ്. ഹെമിസ് നാഷണൽ പാർക്ക് ലഡാക്കിലാണ്. പൂക്കളുടെ താഴ്വര അല്ലെങ്കിൽ വാലി ഓഫ് ഫ്ലവേഴ്സ് എന്നത് ഉത്തരാഖണ്ഡിലാണ്. കോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡ്. രാജാജി ദേശീയോദ്യാനം ഉത്തരാഖണ്ഡ്. അപ്പം പടിഞ്ഞാറൻ ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന ദേശീയോദ്യാനങ്ങളാണ് ഇവ 5 ഡച്ചിങ്ഹാം, ഹെമിസ്, പൂക്കളുടെ താഴ്വര, കോർബറ്റ്, രാജാജി ദേശീയോദ്യാനം. അപ്പോൾ ഇവ ഓരോന്നും തന്നെ പടിഞ്ഞാറൻ ഹിമാലയമാണെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. എവിടെയാണെന്നും ഡച്ചിങ്ഹാം ജമ്മു കാശ്മീരാണ്, ഹെമിസ് ലഡാക്കാണ്, പൂക്കളുടെ താഴ്വര ഉത്തരാഖണ്ഡ്, കോർബറ്റ് ഉത്തരാഖണ്ഡ്, രാജാജി ദേശീയോദ്യാനം ഉത്തരാഖണ്ഡ്. ഓക്കെ. അടുത്തത് കിഴക്കൻ ഹിമാലയമാണ്. കിഴക്കൻ ഹിമാലയത്തിലെ 5 നാഷണൽ പാർക്കുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത് കാഞ്ചൻജംഗ എവിടെയാണ്? സിക്കിമിലാണ്. സിക്കിം. ദിബ്രു സൈഖോവ അസമിലാണ്. കാസിരംഗ നാഷണൽ പാർക്ക് എവിടെയാണ്? അസമിലാണ്. മാനസ് നാഷണൽ പാർക്കും അസമിലാണ്. കേബിൾ ലംജാവോ മണിപ്പൂരിലുമാണ് കാണപ്പെടുന്നത്. കേബിൾ ലംജാവോ എവിടെയാണ്? മണിപ്പൂരിലാണ്. മാനസ് അസം, കാസിരംഗ അസം, അതുപോലെ ദിബ്രു സൈഖോവ അസം. ഇവിടെ നോക്കിയേ, പടിഞ്ഞാറൻ ഹിമാലയത്തിലും 3 ദേശീയോദ്യാനങ്ങൾ ഉത്തരാഖണ്ഡിലുണ്ട്. കിഴക്കൻ ഹിമാലയത്തിൽ 3 ദേശീയോദ്യാനങ്ങൾ അസമിലുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു നോക്കുക കേട്ടോ. കാഞ്ചൻജംഗ എവിടെയാണ്? സിക്കിമിലാണ്. ദിബ്രു സൈഖോവ, കാസിരംഗ, മാനസ് എന്നിവ അസമിലാണ്. കേബിൾ ലംജാവോ മണിപ്പൂരിലുമാണ്. ഓക്കെ. അടുത്ത നോക്കാം. ഹിമാലയ അവ വേർതിരിക്കുന്ന നദികളും. പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികൾ ഏതാണ്? സിന്ധുവും കാളിയുമാണ്. സിന്ധുവും കാളിയും വേർതിരിക്കുന്ന ഹിമാലയ മേഖല ഏതാണ്? പടിഞ്ഞാറൻ ഹിമാലയമാണ്. പടിഞ്ഞാറൻ ഹിമാലയം വേർതിരിക്കുന്ന നദികൾ സിന്ധുവും കാളിയുമാണ്. ഓക്കെ. മധ്യഹിമാലയത്തെ വേർതിരിക്കുന്ന നദികളാണ് കാളിയും ടീസ്റ്റയും. കാളി നദിയും ടീസ്റ്റ നദിയും വേർതിരിക്കുന്ന ഹിമാലയ മേഖലയാണ് മധ്യഹിമാലയം. കിഴക്കൻ ഹിമാലയം വേർതിരിക്കുന്ന നദികൾ ടീസ്റ്റയും ബ്രഹ്മപുത്രയുമാണ്. ടീസ്റ്റ നദിയും ബ്രഹ്മപുത്ര നദിയും വേർതിരിക്കുന്ന ഹിമാലയ മേഖലയാണ് ഏത്? കിഴക്കൻ ഹിമാലയം. പടിഞ്ഞാറൻ ഹിമാലയം സിന്ധു കാളി, മധ്യ ഹിമാലയം കാളി ടീസ്റ്റ, കിഴക്കൻ ഹിമാലയം ടീസ്റ്റ ബ്രഹ്മപുത്ര. ഇനി മിയാൻഡറുകളും ഓക്സ്ബോ തടാകങ്ങളും നോക്കാം. നദി താരതമ്യേന ചരിവ് കുറഞ്ഞതോ നേരിയ ചരിവുള്ളതോ ആയ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവസാദ നിക്ഷേപങ്ങൾ നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. അവസാദ നിക്ഷേപങ്ങൾ കാരണം നദിയുടെ ഒഴുക്ക് തടസ്സപ്പെടുന്നു. അതിൻ്റെ ഫലമായി നദി വളഞ്ഞു പുളഞ്ഞ് ഒഴുകി വലയങ്ങൾ, അതായത് മിയാൻഡറുകൾ സൃഷ്ടിക്കുന്നു. തുടർച്ചയായി അപരദന നിക്ഷേപണ പ്രക്രിയ മൂലം ഇത്തരം വലയങ്ങൾ കൂടുതൽ വളയുന്നു. പിന്നീട് ഒഴുക്ക് കൂടുമ്പോൾ നദി നേർഗതി സ്വീകരിക്കുകയും
നിക്ഷേപണം മൂലം വളഞ്ഞൊഴുകിയ ഭാഗം നദിയുടെ പ്രധാന ഭാഗത്തു നിന്നും വേർപെട്ട് ഒറ്റപ്പെട്ട തടാകമായി മാറുകയും ചെയ്യുന്നു. ഇത്തരം തടാകങ്ങളാണ് ഓക്സ്ബോ തടാകങ്ങൾ. ഓക്സ്ബോ തടാകങ്ങൾ നോക്കിക്കേ, ഇവിടെ ചിത്രീകരണം കൊടുത്തിട്ടുണ്ട്. അപരദനം ഉണ്ടായത് മൂലം നദി ഇപ്രകാരം വളഞ്ഞ് ഒഴുകുന്നു. അതിനുശേഷം അത് തുടർന്ന് കുറച്ച് കഴിഞ്ഞ് ജലത്തിൻ്റെ ശക്തി കൂടുമ്പോൾ ഒഴുക്ക് നേരെയായി മാറുന്നു. അപ്പോൾ ഈ ഒരു ഭാഗം അവിടെ തന്നെ നിലനിൽക്കുന്നു. അത് പിന്നീട് കട്ടായിട്ട് ഇത് ഒരു തടാകമായിട്ട് മാറുന്നു. ഇത്തരത്തിൽ രൂപപ്പെടുന്ന തടാകമാണ് ഓക്സ്ബോ തടാകങ്ങൾ. ഈ ഒരു രീതിയിലാണ് ഓക്സ്ബോ തടാകങ്ങളുടെ രൂപീകരണം നടക്കുന്നത്. അപ്പോൾ ഓക്സ്ബോ തടാകങ്ങൾ മനസ്സിലായല്ലോ. എന്താണ് മിയാൻഡറുകൾ എന്നും മനസ്സിലായല്ലോ. മിയാൻഡറുകൾ എന്നാൽ ഒഴുക്ക് തടയപ്പെട്ടത് കൊണ്ട് തന്നെ ഉണ്ടാകുന്ന വളഞ്ഞു പുളഞ്ഞ് നദി ഒഴുകുന്നത് മൂലമുണ്ടാകുന്ന വലയങ്ങളാണ് മിയാൻഡറുകൾ. ഓക്കെ, മിയാൻഡറുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടാണ് ഓക്സ്ബോ തടാകങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, ഇതാ ഓക്സ്ബോ തടാകങ്ങൾക്ക് ഉദാഹരണവും നദീ മിയാൻഡറിങ്ങുമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്തത് കണ്ടൽക്കാടുകൾ. കണ്ടൽക്കാടുകൾ തീരത്തിൻ്റെ ശ്വാസകോശം. ഉഷ്ണമേഖലാ തീരങ്ങളിൽ സാധാരണയായി വളരുന്ന ലവണജല ചതുപ്പു സസ്യങ്ങളാണ് കണ്ടലുകൾ. ഉഷ്ണമേഖലാ തീരങ്ങളിൽ സാധാരണയായി വളരുന്ന ലവണജല ചതുപ്പു സസ്യങ്ങളാണ് കണ്ടലുകൾ. ഇന്ത്യയിൽ ഏകദേശം 380 കിലോമീറ്ററോളം തീരപ്രദേശത്ത് കണ്ടൽക്കാടുകളുണ്ട്. പശ്ചിമ ബംഗാൾ തീരത്തെ ഗംഗാ ഡെൽറ്റ പ്രദേശമായ സുന്ദർബൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകളാണ്. പശ്ചിമ ബംഗാൾ തീരത്തെ ഗംഗാ ഡെൽറ്റ പ്രദേശമായിട്ടുള്ള സുന്ദർബൻ എന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകളാണ്. കണ്ടലുകൾ വിവിധ ഇനം മത്സ്യങ്ങളുടെയും മറ്റ് ജീവജാലങ്ങളുടെയും പ്രജനന കേന്ദ്രങ്ങളാണ്. കൂടാതെ വിവിധ ജീവിവർഗങ്ങൾക്ക് ആവാസ കേന്ദ്രവുമാണ് കണ്ടൽക്കാടുകൾ. ചുഴലിക്കാറ്റ്, സുനാമി തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും കണ്ടലുകൾ തീരപ്രദേശത്തെയും ജനങ്ങളെയും സംരക്ഷിക്കുന്നു. തീരദേശ ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് കണ്ടലുകൾ. തീരദേശ ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് കണ്ടലുകൾ. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനായി ജൂലൈ 26 അന്താരാഷ്ട്ര കണ്ടൽ ദിനമായി ആചരിക്കുന്നു. അന്താരാഷ്ട്ര കണ്ടൽ ദിനം എന്നാണ് ജൂലൈ 26-നാണ്. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനായി ജൂലൈ 26 അന്താരാഷ്ട്ര കണ്ടൽ ദിനം ആചരിക്കുന്നു. ഓക്കെ, ഇവിടെ പിക്ചറിൽ കണ്ടൽക്കാടാണ് കൊടുത്തിട്ടുള്ളത്, കണ്ണൂർ ധർമ്മടത്തുള്ളത്. ഓക്കെ, അടുത്തത് തീരദേശ സസ്യങ്ങളെ രണ്ടായിട്ട് ഭാഗിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് വരണ്ട തീരദേശ സസ്യങ്ങളെന്നും രണ്ട് ആർദ്ര തീരദേശ സസ്യങ്ങളെന്നും. അവയെ പിന്നീട് വർഗീകരിച്ചതാണ് നമ്മൾ നോക്കുന്നത്. വരണ്ട തീരദേശ സസ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ് തീരമണൽ പരപ്പുകളിലെ സസ്യങ്ങളും തീരദേശ പാറക്കെട്ടുകളിലെ സസ്യങ്ങളും. ആർദ്ര തീരദേശ സസ്യങ്ങളിൽ ഉൾപ്പെടുന്നത് കണ്ടൽക്കാടുകൾ, ലവണ ചതുപ്പു നിലങ്ങളിലെ സസ്യങ്ങളും കടൽ പായലുകൾ, കടൽ സസ്യങ്ങൾ, കോറൽ സസ്യങ്ങൾ എന്നിവ. ഓക്കെ, ഇനി തീരവും മണ്ണിനവും നോക്കാം. തീരപ്രദേശമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ മണ്ണിനമാണ് നേരെ കൊടുത്തിട്ടുള്ളത്. നോക്കാം. ഗുജറാത്ത് തീരപ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്, തീരദേശ എക്കൽ മണ്ണ്, ലവണ മണ്ണ് എന്നിവ. ഗുജറാത്ത് തീരപ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണിനം ഏതൊക്കെയാണ്? കറുത്ത മണ്ണ്, തീരദേശ എക്കൽ മണ്ണ്, ലവണ മണ്ണ് എന്നിവ. കൊങ്കൺ തീരപ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ് എന്നിവ. കറുത്ത മണ്ണും ലാറ്ററൈറ്റ് മണ്ണും. മലബാർ തീരപ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്, പീറ്റ് മണ്ണ് എന്നിവ. എക്കൽ മണ്ണും പീറ്റ് മണ്ണും കാണപ്പെടുന്നത് മലബാർ തീരപ്രദേശത്താണ്. ഇനി കിഴക്കൻ തീരപ്രദേശം. കിഴക്കൻ തീരപ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണിനങ്ങൾ തീരദേശ എക്കൽ മണ്ണ്, ഡെൽറ്റ എക്കൽ മണ്ണ് എന്നിവയാണ്. തീരദേശ എക്കൽ മണ്ണ്, ഡെൽറ്റ എക്കൽ മണ്ണ്. ലക്ഷദ്വീപിൽ കാണപ്പെടുന്ന മണ്ണിനമാണ് പവിഴ മണൽ മണ്ണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ സമുദ്രജന്യ മണൽ മണ്ണും എക്കൽ മണ്ണുമാണ് കാണപ്പെടുന്നത്. സമുദ്രജന്യ മണൽ മണ്ണും എക്കൽ മണ്ണും. അപ്പോൾ ഗുജറാത്ത് തീരപ്രദേശം കറുത്ത മണ്ണ് കാണപ്പെടുന്നത് ഏതൊക്കെ ഭാഗങ്ങളിലാണ്? ഗുജറാത്ത് തീരപ്രദേശത്തും കൊങ്കൺ തീരപ്രദേശത്തുമാണ്. കറുത്ത മണ്ണ് ഗുജറാത്ത് തീരപ്രദേശത്ത് കാണപ്പെടുന്നു. കറുത്ത മണ്ണ്, തീരദേശ എക്കൽ മണ്ണ്, ലവണ മണ്ണ്. കൊങ്കൺ തീരപ്രദേശം കറുത്ത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്. മലബാർ തീരപ്രദേശത്ത് എക്കൽ മണ്ണ് കാണപ്പെടുന്നു, പീറ്റ് മണ്ണ് കാണപ്പെടുന്നു. പീറ്റ് മണ്ണ് നമ്മളിപ്പോൾ മലബാർ തീരത്ത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ അല്ലേ? ഓക്കെ,
അടുത്തത് കിഴക്കൻ തീരപ്രദേശത്ത് തീരദേശ എക്കൽ മണ്ണും ഡെൽറ്റ എക്കൽ മണ്ണും കാണപ്പെടുന്നു. ലക്ഷദ്വീപിൽ പവിഴ മണൽ മണ്ണ് കാണപ്പെടുന്നു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ സമുദ്രജന്യ മണൽ മണ്ണും എക്കൽ മണ്ണും കാണപ്പെടുന്നു. എക്കൽ മണ്ണ് അപ്പോൾ നമ്മൾ മലബാർ തീരപ്രദേശത്തും ആൻഡമാൻ നിക്കോബാർ തീരപ്രദേശത്തും പഠിച്ചു. ഓക്കെ, ഇനി കടൽക്കാറ്റും കരക്കാറ്റും. തീരപ്രദേശങ്ങളിൽ പകൽ സമയങ്ങളിൽ കര വേഗം ചൂടുപിടിക്കുന്നു. തീരപ്രദേശങ്ങളിൽ പകൽ സമയങ്ങളിൽ കര വേഗം ചൂടുപിടിക്കുന്നു. ഇതുമൂലം കരഭാഗത്തെ വായു മുകളിലേക്ക് ഉയരുകയും ന്യൂനമർദ്ദം രൂപപ്പെടുകയും ചെയ്യുന്നു. ലോ പ്രഷർ രൂപപ്പെടുന്നു. എന്നാൽ ഈ സമയം കടലിൽ താരതമ്യേന ചൂട് കുറവും ഉച്ചമർദ്ദവുമായിരിക്കും. കടലിൽ താരതമ്യേന ചൂട് കുറവും ഉച്ചമർദ്ദവുമായിരിക്കും. അതിനാൽ ഉച്ചമർദ്ദമുള്ള കടലിൽ നിന്നും ന്യൂനമർദ്ദ പ്രദേശമായ കരയിലേക്ക് വായു പ്രവഹിക്കുന്നു. സാധാരണ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കാണ് വായു പ്രവഹിക്കാറ്. അപ്പോൾ അതാണ് പകൽ സമയങ്ങളിൽ സംഭവിക്കുന്നത്. ഇതാണ് കടൽക്കാറ്റ് എന്നത്. കടൽക്കാറ്റ്. ഓക്കെ, ഇനി ഇതിന് വിപരീതമായി രാത്രി കാലങ്ങളിൽ കരപ്രദേശത്ത് ചൂട് താരതമ്യേന വേഗത്തിൽ കുറയുന്നത് കൊണ്ട് ഉച്ചമർദ്ദം രൂപപ്പെടുകയും എന്നാൽ കടലിൽ കരയേക്കാൾ താരതമ്യേന ചൂട് കൂടുതലായതിനാൽ ന്യൂനമർദ്ദവുമായിരിക്കും. അപ്പോൾ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് നമ്മൾ പറഞ്ഞു ഹൈ പ്രഷറിൽ നിന്നാണ് എപ്പോഴും ലോ പ്രഷറിലേക്കാണ് കാറ്റ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കും? അപ്പോൾ ഉച്ചമർദ്ദ മേഖലയായ കരയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയായ കടലിലേക്ക് കാറ്റ് വീശുന്നു. ഇതാണ് കരക്കാറ്റ് എന്നത്. അപ്പോൾ കടൽക്കാറ്റും കരക്കാറ്റും മനസ്സിലായല്ലോ. ഇതുകൊണ്ട് ഇതിങ്ങനെയാണ് നടക്കുന്നത്. കടൽക്കാറ്റ് ഇതിങ്ങനെയാണ്, കടലിൽ നിന്ന് ഇങ്ങനെ വീശുന്നു. കടലിൽ നിന്ന് കരയിലേക്ക് ന്യൂനമർദ്ദ പ്രദേശത്തിലേക്ക് കടലിൽ നിന്നും കാറ്റ് വീശുന്നതാണ് കടൽക്കാറ്റ്. തിരിച്ച് രാത്രിയിൽ കടലിലേക്ക് വീശുന്ന കാറ്റാണ്, തണുത്ത കാറ്റാണ് കരക്കാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പവിഴപ്പുറ്റുകളെ കുറിച്ച് നോക്കാം. ലക്ഷദ്വീപിലെ പവിഴപ്പുറ്റുകളാണ് ഇവിടെ പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. പവിഴദ്വീപുകൾ കോറൽ പോളിപ്സ് അല്ലെങ്കിൽ കോറൽ പോളിപ്പുകൾ എന്നറിയപ്പെടുന്ന സൂക്ഷ്മജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയാണ് പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളുന്നത്. കോറലുകളുടെ സ്രവമായ കാൽസ്യം കാർബണേറ്റ് ആണ് പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നതിന് സഹായിക്കുന്നത്. പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നതിന് 100 കണക്കിന് വർഷങ്ങൾ എടുക്കും. കടൽ നിരപ്പിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വത തലപ്പുകളിലെ പവിഴപ്പുറ്റുകൾ വളർന്നാണ് പവിഴദ്വീപുകൾ അല്ലെങ്കിൽ കോറൽ ഐലൻഡ്സ് ഉണ്ടാകുന്നത്. കടൽ നിരപ്പിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വത തലപ്പുകളിൽ പവിഴപ്പുറ്റുകൾ വളർന്നാണ് പവിഴദ്വീപുകൾ ഉണ്ടാകുന്നത്. ജീവനുള്ള കോറൽ പോളിപ്പുകൾ ഓറഞ്ച്, മഞ്ഞ, പച്ച എന്നിങ്ങനെ വിവിധ വർണ്ണങ്ങളിൽ കാണപ്പെടുന്നു. വിവിധ ഇനം മത്സ്യങ്ങളുടെയും സമുദ്രജീവികളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് പവിഴപ്പുറ്റുകൾ. ഉഷ്ണമേഖലയിൽ തീരത്തോട് ചേർന്ന് തെളിഞ്ഞ ജലമുള്ള താരതമ്യേന ആഴം കുറഞ്ഞ കടലുകളിലാണ് ഇവ വളരുന്നത്. ഇന്ത്യയിലെ ലക്ഷദ്വീപിനെ കൂടാതെ ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കച്ച്, തമിഴ്നാട്ടിലെ ഗൾഫ് ഓഫ് മാന്നാർ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിലാണ് പൊതുവെ കാണപ്പെടുന്നത്. എവിടേക്കാണ് കാണപ്പെടുന്നത്? ഉഷ്ണമേഖലയിലാണ്, തീരത്തോട് ചേർന്ന് തെളിഞ്ഞ ജലമുള്ള താരതമ്യേന ആഴം കുറഞ്ഞ കടലുകളിലാണ് കണ്ടുവരുന്നത്. ഇന്ത്യയിലെ ലക്ഷദ്വീപിൽ കണ്ടുവരുന്നു. അതുകൂടാതെ ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കച്ച്, തമിഴ്നാട്ടിലെ ഗൾഫ് ഓഫ് മാന്നാർ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിലും പവിഴപ്പുറ്റ് കണ്ടുവരുന്നു. അപ്പോൾ പവിഴപ്പുറ്റ് എന്താണ്? കോറൽ പോളിപ്പുകൾ എന്നറിയപ്പെടുന്ന സൂക്ഷ്മജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയാണ് പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളുന്നത്. ഇതിൻ്റെ സ്രവം എന്താണ്? കാൽസ്യം കാർബണേറ്റ് ആണ്. കാൽസ്യം കാർബണേറ്റ്. ഓക്കെ, അടുത്തത് റാൻ ഓഫ് കച്ചിനെ കുറിച്ച് നോക്കാം. റാൻ ഓഫ് കച്ച് ഇന്ത്യ പാക് അതിർത്തി പ്രദേശമായ കച്ചിലെ ഒരു ലവണ ചതുപ്പു നിലമാണ് റാൻ ഓഫ് കച്ച് എന്നത്. ഗുജറാത്തി ഭാഷയിൽ റാൻ എന്നാൽ മരുഭൂമി എന്നാണ് അർത്ഥം. മഴക്കാലങ്ങളിൽ വെള്ളക്കെട്ടുകളായി രൂപപ്പെടുന്ന ഇവ മഴ മാറുന്നതോടെ വരണ്ട ലവണ മരുഭൂമി പ്രദേശമായി മാറുന്നു. വെളുത്ത ഉപ്പുമണൽ നിറഞ്ഞ റാൻ ഓഫ് കച്ച് ഒരു ലവണ മരുഭൂമിയാണ്. ഏകദേശം 26,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ചതുപ്പു നിലത്തിന് ഗ്രേറ്റർ റാൻ, ലിറ്റിൽ റാൻ എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. നവംബർ മുതൽ ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കുന്ന റാൻ ഉത്സവം ഇവിടുത്തെ പ്രധാന ആഘോഷമാണ്. റാൻ ഓഫ് കച്ച് എന്നാൽ ലവണ ചതുപ്പു നിലമാണ്. റാൻ എന്നാൽ മരുഭൂമി എന്നാണ് അർത്ഥം.
വെളുത്ത ഉപ്പുമണൽ നിറഞ്ഞ റാൻ ഓഫ് കച്ച് ഒരു ലവണ മരുഭൂമിയാണ്. ഓക്കെ. ഇനി ലഗൂണുകൾ എന്താണ്? ലഗൂണുകൾ എന്നാൽ കടൽ തീരങ്ങളിൽ മണൽത്തിട്ടകളാലോ പവിഴപ്പൊറ്റുകളാലോ കടലിൽ നിന്നും വേർതിരിക്കപ്പെട്ട ആഴം കുറഞ്ഞ ജലാശയങ്ങളാണ് ലഗൂണുകൾ. അഗത്തി ദ്വീപും ദ്വീപിന് ചുറ്റുമുള്ള ലഗൂണുമാണ് ഈ കാണിച്ചിട്ടുള്ളത്. അഗത്തി ദ്വീപും ദ്വീപിന് ചുറ്റുമുള്ള ലഗൂണുകളുമാണ് പിക്ചറിൽ. ഒന്നുകൂടെ നോക്കാം. കടൽ തീരങ്ങളിൽ മണൽത്തിട്ടകളാലോ അല്ലെങ്കിൽ പവിഴപ്പൊറ്റുകളാലോ കടലിൽ നിന്നും വേർതിരിക്കപ്പെട്ട ആഴം കുറഞ്ഞ ജലാശയങ്ങളാണ് ലഗൂണുകൾ. ഓക്കെ. ഇനി തീരപ്രദേശങ്ങളാണ്. ഇന്ത്യയുടെ തീരപ്രദേശമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പടിഞ്ഞാറൻ സമതലത്തിനെ 3ആയിട്ട് തിരിക്കുന്നുണ്ട്. ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം. പിക്ചറിൽ നമുക്ക് നോക്കാം. ഇത് പടിഞ്ഞാറൻ തീരം, ഇത് കിഴക്കൻ തീരം. പടിഞ്ഞാറൻ തീരം 3ആയിട്ട് തിരിക്കുന്നു. ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, അതുപോലെ മലബാർ തീരം. ഇനി കിഴക്കൻ തീരം നോക്കുകയാണെങ്കിൽ കൊറോമൻഡൽ തീരം, വടക്കൻ സിർക്കാസ് തീരം. ഓക്കെ. അപ്പോൾ ഇപ്രകാരമാണ് ഇന്ത്യയുടെ തീരപ്രദേശങ്ങൾ തിരിച്ചിട്ടുള്ളത്. ഓക്കെ. ഇന്ദിരാഗാന്ധി കനാലാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി. ഇന്ദിരാഗാന്ധി കനാൽ രാജസ്ഥാനിലെ ധാർ മരുഭൂമിയുടെ ജലസേചനത്തിനായി നിർമ്മിച്ചിരിക്കുന്നതാണ്. രാജസ്ഥാൻ കനാൽ എന്ന് അറിയപ്പെട്ടിരുന്ന ഈ പദ്ധതിക്ക് മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയോടുള്ള ആദരസൂചകമായി ഇന്ദിരാഗാന്ധി കനാൽ എന്ന് പുനർനാമകരണം ചെയ്തിരുന്നു. പഞ്ചാബിലെ ഹരിക്കെ ബാരേജിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇന്ദിരാഗാന്ധി കനാൽ ശ്രീഗംഗാനഗർ, ബിക്കാനീർ, ജയ്സാൽമർ എന്നിവിടങ്ങളിൽ ജലം വിതരണം ചെയ്യുന്നു. ഇന്ദിരാഗാന്ധി കനാൽ പടിഞ്ഞാറൻ രാജസ്ഥാനിൽ 8 ജില്ലകളിൽ കുടിവെള്ളം നൽകുന്നു. ഈ പദ്ധതിയിലൂടെ കാർഷിക ഉൽപ്പാദനം ഗണ്യമായി വർദ്ധിച്ചു. അതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളും അഭിവൃദ്ധിപ്പെട്ടു. തീറ്റപ്പുല്ല് ലഭ്യത സംസ്ഥാനത്തിൻ്റെ മൃഗപരിപാലനത്തിന് മുതൽക്കൂട്ടായി. ഇപ്പം നോക്കാം. രാജസ്ഥാനിലെ ധാർ മരുഭൂമിയുടെ ജലസേചനത്തിനായിട്ട് നിർമ്മിച്ച കനാലാണ് ഇന്ദിരാഗാന്ധി കനാൽ. രാജസ്ഥാൻ കനാൽ എന്നായിരുന്നു ആദ്യത്തെ നാമം. പിന്നീട് ഇന്ദിരാഗാന്ധി കനാൽ എന്ന് പുനർനാമകരണം ചെയ്തു. പഞ്ചാബിലെ ഹരിക്കെ ബാരേജിൽ നിന്നാണ് ഇന്ദിരാഗാന്ധി കനാൽ ഉത്ഭവിക്കുന്നത്. ഓക്കെ. ഇനി ലൂണി നദി. അജ്മീറിനടുത്ത് ആരവല്ലി പർവ്വതനിരയിൽ നിന്നാണ് ലൂണി നദി ഉത്ഭവിക്കുന്നത്. എവിടെ നിന്നാണ്? അജ്മീറിനടുത്ത് ആരവല്ലി പർവ്വതനിരയിൽ നിന്നാണ് ലൂണി നദി ഉത്ഭവിക്കുന്നത്. മഴക്കാലത്ത് മാത്രമേ ഈ നദിയിൽ നീരൊഴുക്ക് ഉണ്ടാവാറുള്ളൂ. ലിറി, സുക്രി, ജവായി തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. ലൂണി നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ലിറി, സുക്രി, ജവായി എന്നിവയാണ്. ഉപ്പുനദി എന്നർത്ഥമുള്ള ലവണവാരി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഈ നദിക്ക് ലൂണി എന്ന പേര് ലഭിച്ചത്. ഉപ്പുനദി എന്നർത്ഥമുള്ള ലവണവാരി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ലൂണി എന്ന നാമം ലഭിച്ചിട്ടുള്ളത്. ഏകദേശം 482 കിലോമീറ്റർ ദൂരം പിന്നിട്ട് ഈ നദി റാൻ ഓഫ് കച്ചിൽ ഒഴുകിത്തീരുന്നു. ഓക്കെ. 482 കിലോമീറ്റർ ദൂരം പിന്നിട്ട ശേഷം നദി റാൻ ഓഫ് കച്ചിലേക്കാണ് പോകുന്നത്. റാൻ ഓഫ് കച്ചിലാണ് ഒഴുകിത്തീരുന്നത്. അപ്പം നദിയുടെ ഉദ്ഭവം എവിടെയാണ്? അജ്മീറിനടുത്ത് ആരവല്ലി പർവ്വതനിരയിലാണ്. പ്രധാനപ്പെട്ട പോഷക നദികൾ ലിറി, സുക്രി, ജവായി എന്നിവയാണ്. റാൻ ഓഫ് കച്ചിലേക്കാണ് ഒഴുകിയെത്തുന്നത്. 482 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഓക്കെ. ഇനി 3 കല്ലുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഗ്രാനൈറ്റ്. ഭൗമോപരിതലത്തിലെത്തുന്നതിനു മുൻപ് മാഗ്മ ഭൗമാന്തർഭാഗത്ത് വെച്ച് തണുത്തുറഞ്ഞു രൂപം കൊള്ളുന്ന പരൽ രൂപശില്പങ്ങളാണ് ഗ്രാനൈറ്റ് ശിലകൾ. ഭൗമോപരിതലത്തിൽ എത്തുന്നതിന് മുൻപ് മാഗ്മ ഭൗമാന്തർഭാഗത്ത് വെച്ച് തണുത്തുറഞ്ഞു രൂപം കൊള്ളുന്ന ശില്പങ്ങളാണ്, പരൽ രൂപ ശില്പങ്ങളാണ് ഗ്രാനൈറ്റ് ശിലകൾ എന്ന് പറയുന്നത്. ഗ്രാനൈറ്റ് ശിലകൾ ഉയർന്ന താപമർദ്ദ മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ രൂപം കൊള്ളുന്ന ശിലകളാണ് ഏത്? നൈസുകൾ എന്നത്. നൈസ് എന്താണ്? ഈ രൂപപ്പെട്ട ഗ്രാനൈറ്റ് ശിലകൾ ഉയർന്ന താപമർദ്ദ മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ രൂപം കൊള്ളുന്ന തരം ശിലകളാണ് നൈസുകൾ എന്നത്. ഓക്കെ. ഇനി ഷിറ്റ്സ് നോക്കാം.
മുഖ്യമായും അവസാദ ശിലകൾക്ക് കായാന്തരീകരണം സംഭവിച്ചു രൂപകൊള്ളുന്ന ശിലകളാണ് ഷിറ്റ്സുകൾ എന്നത്. ഓക്കെ, കായാന്തരീകരണം എന്താണ്? ഉയർന്ന താപമർദ്ദ മാറ്റങ്ങൾ ഉണ്ടാവുമ്പോഴാണ് കായാന്തരീകരണം നടക്കുന്നത്. മുഖ്യമായും അവസാദ ശിലകൾക്ക് കായാന്തരീകരണം സംഭവിച്ച് രൂപം കൊള്ളുന്ന ശിലകളാണ് എന്ത്? ഷിറ്റ്സുകൾ എന്നത്. ഓക്കെ, ഇനി ഥാർ മരുഭൂമിയുടെ സ്വാഭാവിക അതിരുകൾ ഇപ്രകാരം നമ്മൾ SCERT-യിൽ കൊടുത്തിട്ടുണ്ട്. നോക്കാം. ഥാർ മരുഭൂമിയുടെ അതിർത്തികൾ. വടക്ക് പടിഞ്ഞാറ് സത്ലജ് നദീതടമാണ്. വടക്ക് പടിഞ്ഞാറ് സത്ലജ് നദീതടം. കിഴക്ക് ആരവല്ലി നിരകളാണ്. ഥാർ മരുഭൂമിയുടെ കിഴക്ക് ആരവല്ലി നിരകളും തെക്കു ഭാഗം റാൻ ഓഫ് കച്ചുമാണ്. ഥാർ മരുഭൂമിയുടെ തെക്കു ഭാഗം റാൻ ഓഫ് കച്ചാണ്. പടിഞ്ഞാറ് ഭാഗം സിന്ധു നദീതടവുമാണ്. ഥാർ മരുഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗം സിന്ധു നദീതടം, വടക്ക് പടിഞ്ഞാറ് സത്ലജ് നദീതടം, കിഴക്ക് ആരവല്ലി നിരകൾ, തെക്ക് റാൻ ഓഫ് കച്ചുമാണ്. ഓക്കെ, 2 ടൈപ്പ് മണ്ണിനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, നോക്കാം. ഇൻസിറ്റോ സോയിൽസും ട്രാൻസ്പോർട്ടഡ് സോയിൽസും, അതായത് തനതിട മണ്ണിനങ്ങളും വഹിച്ചു കൊണ്ടുവരുന്ന മണ്ണിനങ്ങളും. ഓരോ പ്രദേശത്തുമുള്ള ശിലകളിൽ നിന്നും രൂപപ്പെട്ട് അതതിടങ്ങളിൽ തന്നെ നിലനിൽക്കുന്ന മണ്ണിനങ്ങളാണ് തനതിട മണ്ണിനങ്ങൾ. ഓരോ പ്രദേശത്തു നിന്നുമുള്ള ശിലകളിൽ നിന്നും രൂപപ്പെട്ട് അതതിടങ്ങളിൽ തന്നെ നിലനിൽക്കുന്ന മണ്ണിനങ്ങളാണ് തനതിട മണ്ണിനങ്ങൾ. പേരിൽ നിന്നും വ്യക്തമാണ് അല്ലേ? അതിന് ഉദാഹരണമാണ് കറുത്ത മണ്ണ് എന്നത്. തനതിട മണ്ണിനങ്ങൾക്ക് ഉദാഹരണം എന്താണ്? കറുത്ത മണ്ണാണ്. എന്നാൽ നദികളാലോ കാറ്റിലൂടെയോ നീക്കം ചെയ്യപ്പെട്ട് മറ്റു പ്രദേശങ്ങളിൽ നിക്ഷേപിച്ചു കാണുന്ന മണ്ണിനങ്ങളെ വഹിച്ചു കൊണ്ടുവരുന്ന മണ്ണിനങ്ങളാണ് ട്രാൻസ്പോർട്ടഡ് സോയിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വഹിച്ചു കൊണ്ടുവരുന്ന മണ്ണിനങ്ങൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് എക്കൽ മണ്ണ് എന്നത്. എക്കൽ മണ്ണ്. അപ്പോൾ തനതിട മണ്ണിനങ്ങളും വഹിച്ചു കൊണ്ടുവരുന്ന മണ്ണിനങ്ങളും വ്യക്തമായല്ലോ. ഉദാഹരണങ്ങളും മനസ്സിലാക്കി വെക്കുക. തനതിട മണ്ണിനങ്ങൾക്ക് ഉദാഹരണമാണ് കറുത്ത മണ്ണ്. വഹിച്ചു കൊണ്ടുവരുന്ന മണ്ണിനങ്ങൾ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടഡ് സോയിലിന് ഉദാഹരണമാണ് എക്കൽ മണ്ണ്. ഇനി കുറച്ച് നദീതട പദ്ധതികളും നദികളും അവയുടെ സംസ്ഥാനങ്ങളും നോക്കാം. നദീതട പദ്ധതി ഏതൊക്കെയാണ്? ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് നദിയിലാണ്? മഹാനദിയിലാണ്. മഹാനദി ഒഡീഷയിലുമാണ്. ഒഡീഷ. ഹിരാക്കുഡ് പദ്ധതി മഹാനദിയിലാണ്, ഒഡീഷയിലാണ്. തുംഗഭദ്ര നദീതട പദ്ധതി. തുംഗഭദ്ര നദി കൃഷ്ണ നദിയുടെ പോഷക നദിയായ തുംഗഭദ്ര നദിയിൽ തന്നെയാണ്. തുംഗഭദ്ര നദീതട പദ്ധതി തുംഗഭദ്ര നദിയിലാണ്. തുംഗഭദ്ര നദി കൃഷ്ണ നദിയുടെ പോഷക നദിയാണെന്ന് ഓർത്തിരിക്കുക. ഏത് സംസ്ഥാനത്തിലാണ്? കർണാടകത്തിലാണ്. കർണാടകം. തുംഗഭദ്ര നദി കർണാടകത്തിലാണ്. അടുത്തത് സർദാർ സരോവറാണ്. സർദാർ സരോവർ നദീതട പദ്ധതി നർമ്മദയിലാണ്. നർമ്മദ നദിയിലുള്ള ഒരു നദീതട പദ്ധതിയാണ് സർദാർ സരോവർ പദ്ധതി. ഗുജറാത്ത് സംസ്ഥാനത്തിലാണ്. കൃഷ്ണരാജസാഗർ ഉള്ളത് കാവേരി നദിയിലാണ്. കാവേരി നദിയിലെ നദീതട പദ്ധതിയാണ് കൃഷ്ണരാജസാഗർ. സംസ്ഥാനം ഏതാണ്? കർണാടകമാണ്. കർണാടകം. ഇപ്പോൾ കർണാടകത്തിൽ 2 നമ്മൾ പഠിച്ചു. തുംഗഭദ്ര നദീതട പദ്ധതിയും കൃഷ്ണരാജസാഗർ നദീതട പദ്ധതിയും. ഓക്കെ, നദികൾ വ്യത്യസ്തമാണ്, സംസ്ഥാനം ഒരുപോലെയുണ്ട്, ഓർത്തിരിക്കുക. നിസാം സാഗർ ഏത് നദിയിലാണ്? ഗോദാവരിയിലാണ്. ഗോദാവരി ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശിലാണ് കേട്ടോ, ആന്ധ്രാപ്രദേശ്. ഹിരാക്കുഡ് നദീതട പദ്ധതി മഹാനദിയിലാണ്, ഒഡീഷയാണ് സംസ്ഥാനം. തുംഗഭദ്ര നദീതട പദ്ധതി തുംഗഭദ്ര നദി കർണാടകം. സർദാർ സരോവർ നർമ്മദ ഗുജറാത്ത്. കൃഷ്ണരാജസാഗർ കാവേരി കർണാടകം. നിസാം സാഗർ ഗോദാവരി ആന്ധ്രാപ്രദേശ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ചമ്പൽ റവൈനുകൾ എന്ന് കൊടുത്തിട്ടുണ്ട്. നോക്കാം എന്താണ് ചമ്പൽ റവൈനുകൾ എന്ന് പറയുന്നത്. മാൾവ പീഠഭൂമിയുടെ വടക്കേ ചരിവുകളിൽ ചമ്പൽ നദിയും പോഷക നദികളും ചേർന്ന് തുടർച്ചയായ അപരദനത്തിലൂടെ സൃഷ്ടിക്കുന്ന ചാലുകൾ ഇവിടുത്തെ വ്യത്യസ്ത ഭൂസവിശേഷതകളാണ്. റവൈൻസ് എന്നാണ് ഇത്തരം നിഷ്ഫല ഭൂപ്രകൃതി അറിയപ്പെടുന്നത്. ബാഡ് ലാൻഡ് ടോപ്പോഗ്രഫി എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. മാൾവ പീഠഭൂമിയുടെ വടക്കേ ചരിവുകളിൽ ചമ്പൽ നദിയും പോഷക നദികളും ചേർന്ന് തുടർച്ചയായ അപരദനത്തിലൂടെ സൃഷ്ടിക്കുന്ന ചാലുകളാണ് ഇവിടുത്തെ പ്രത്യേകത. ഇതാണ് റിവൈൻസ് എന്ന് അറിയപ്പെടുന്നത്. ഇത് ഒരു ബാഡ് ലാൻഡ് ടോപ്പോഗ്രഫിയാണ്. റിവൈൻസ് എന്നറിയപ്പെടുന്നത് ഇതാണെന്ന് ഓർത്തിരിക്കുക.
ചമ്പൽ റിവൈനുകൾ മാൾവ പീഠഭൂമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ചമ്പൽ നദിയും പോഷക നദികളും ചേർന്നാണ് ഇത് രൂപപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് നദികളും ഉദ്ഭവവും പ്രധാനപ്പെട്ട പോഷക നദികളും നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങളും ഒരു ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കാം. നർമ്മദാ നദിയുടെ ഉദ്ഭവം എവിടെയാണ്? അമർകണ്ടക് പ്ലാറ്റ്യൂ ആണ്. അമർകണ്ടക് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. അമർകണ്ടക് പ്ലാറ്റ്യൂ മധ്യപ്രദേശിലാണ് ഉത്ഭവിക്കുന്നത്. നർമ്മദാ നദി ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലാണ്. പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? ഹിരൺ, ബഞ്ചാർ എന്നിവയാണ് നർമ്മദ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. ഹിരൺ എന്നതും ബഞ്ചാർ എന്നതുമാണ് നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. ഇനി നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ. നർമ്മദാ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവ. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. അടുത്തത് താപ്തി നദിയാണ്. താപ്തിയുടെ ഉദ്ഭവം എവിടെയാണ്? മുൾത്തായി ആണ്. മുൾത്തായി, അതും മധ്യപ്രദേശിൽ തന്നെയാണ്. മധ്യപ്രദേശിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാനപ്പെട്ട 2 നദികളാണ് നർമ്മദാ നദിയും താപ്തി നദിയും. താപ്തി നദിയുടെ ഉദ്ഭവം എവിടെയാണ്? മുൾത്തായി ആണ്, മധ്യപ്രദേശ്. പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? പൂർണ്ണയും ഗിർണയും താപ്തി നദിയുടെ പോഷക നദികളാണ്. ഇനി താപ്തി നദിയുടെ നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? സെയിം തന്നെയാണ്. നർമ്മദാ നദിയുടേത് സെയിം തന്നെയാണ്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഓക്കെ. നർമ്മദ ഉദ്ഭവം അമർകണ്ടക് പ്ലേറ്റ്യൂ ആണ്, മധ്യപ്രദേശ്. പോഷക നദികൾ ഹിരൺ, ബഞ്ചാർ എന്നിവയാണ്. നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവയാണ്. താപ്തി നദിയുടെ ഉദ്ഭവം മുൾത്തായി ആണ്, മധ്യപ്രദേശാണ്. പ്രധാനപ്പെട്ട പോഷക നദികൾ പൂർണ്ണ, ഗിർണ എന്നിവയാണ്. നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവയാണ്. അടുത്തതും ഇതുപോലെ തന്നെ നദിയും ഉദ്ഭവവും പോഷക നദികളും നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങളും തന്നെയാണ്. മറ്റു നദികൾ നോക്കാം. ഗോദാവരി നദി, മഹാനദി, കൃഷ്ണ, കാവേരി. ഇനി ഇവയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത് മഹാനദി. മഹാനദിയുടെ ഉദ്ഭവം എവിടെയാണ്? റായ്പൂരിലെ സിഹാവയാണ്. റായ്പൂരിലെ സിഹാവ ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡ്. മഹാനദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? ഇബ്, ടെൽ എന്നിവയാണ് മഹാനദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. ഇബ്, ടെൽ. നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ ഛത്തീസ്ഗഡ്. ഉദ്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലാണ്. അപ്പോൾ ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ് എന്നിവയാണ്. മഹാനദി ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ്. ഗോദാവരിയാണ് അടുത്തത്. ഗോദാവരിയുടെ ഉദ്ഭവം എവിടെയാണ്? മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് ഗോദാവരിയുടെ ഉദ്ഭവം. പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? പ്രാൺഹിത, ഇന്ദ്രാവതി, ശബരി എന്നിവയാണ്. പ്രാൺഹിത, ഇന്ദ്രാവതി, ശബരി എന്നിവയാണ് ഗോദാവരി നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്നിവയാണ്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്. കൃഷ്ണ നദി മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്ന് ഉദ്ഭവിക്കുന്നു. നദിയാണ് കൃഷ്ണ നദി. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ? നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞു, തുംഗഭദ്ര നദി കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് എന്ന്. തുംഗഭദ്ര, ഭീമ, കൊയ്ന എന്നിവയാണ് കൃഷ്ണ നദിയുടെ പോഷക നദികൾ. നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, കർണാടകം, ആന്ധ്രാപ്രദേശ് എന്നിവയാണ്. മഹാരാഷ്ട്ര, കർണാടകം, ആന്ധ്രാപ്രദേശ്. കാവേരി നദി കർണാടകത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. കർണാടകത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദി ഏതാണ്? കാവേരി നദിയാണ്. പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, അമരാവതി എന്നിവയാണ്. കബനി, ഭവാനി, അമരാവതി എന്നിവയാണ് കാവേരി നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. എവിടെ കൂടിയൊക്കെയാണ് കാവേരി നദിയുടെ നദീതടം വരുന്നത്? കർണാടകം, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിലാണ്. കർണാടകം, തമിഴ്നാട്, കേരളം. മഹാനദിയുടെ ഉദ്ഭവം റായ്പൂരിലെ സിഹാവയാണ്, ഛത്തീസ്ഗഡ്. പ്രധാനപ്പെട്ട പോഷക നദികൾ ഇബ്, ടെൽ എന്നിവയാണ്. ഗോദാവരി മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്ന് ഉദ്ഭവിക്കുന്നു. പോഷക നദികൾ പ്രാൺഹിത, ഇന്ദ്രാവതി, ശബരി എന്നിവയാണ്. കൃഷ്ണ നദി മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിൽ നിന്ന് ഉദ്ഭവിക്കുന്നു. തുംഗഭദ്ര, ഭീമ,
കൊയ്ന എന്നിവയാണ് കൃഷ്ണ നദിയുടെ പ്രധാന പോഷക നദികൾ. കാവേരി നദി കർണാടകത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നുദ്ഭവിക്കുന്നു. കബനി, ഭവാനി, അമരാവതി എന്നിവയാണ് പ്രധാന പോഷക നദികൾ. ഓക്കെ, ഇനി വൃഷ്ടിപ്രദേശം, നീർത്തടം, ജലവിഭാജകം എന്നിവയാണ് നോക്കുന്നത്. വൃഷ്ടിപ്രദേശം അല്ലെങ്കിൽ ക്യാച്ച്മെന്റ് ഏരിയ എന്നത് എന്താണ്? ഒരു നദിയിലേക്ക് ജലമൊഴുകിയെത്തുന്ന നിശ്ചിത ഭൂപ്രദേശമാണ് ആ നദിയുടെ വൃഷ്ടിപ്രദേശം എന്നത്. ഒരു നദിയിലേക്ക് ജലമൊഴുകിയെത്തുന്ന നിശ്ചിത ഭൂപ്രദേശത്തിന് അറിയപ്പെടുന്ന പേരെന്താണ്? അതാണ് വൃഷ്ടിപ്രദേശം അല്ലെങ്കിൽ ക്യാച്ച്മെന്റ് ഏരിയ. നീർത്തടം എന്നത് ഡ്രെയിനേജ് ബേസിൻ എന്നാണ് പറയുന്നത്. നീർത്തടം ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശത്തെ നീർത്തടം അല്ലെങ്കിൽ ഡ്രെയിനേജ് ബേസിൻ എന്ന് പറയുന്നു. ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശത്തെ എന്ത് പറയുന്നു? നീർത്തടം എന്ന് പറയുന്നു. ജലവിഭാജകം അല്ലെങ്കിൽ വാട്ടർ ഡിവൈഡാണ് അടുത്തത്. രണ്ട് നദീതടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയെ ജലവിഭാജകം എന്ന് പറയുന്നു. രണ്ട് നീർത്തടം ഡ്രൈനേജ് ബേസിനെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയെ ജലവിഭാജകം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് മൂന്നും ക്ലിയർ ആയല്ലോ. അടുത്തത് ഉപദ്വീപിന് പുറത്തും പീഠഭൂമിയോ എന്ന് പറഞ്ഞൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, നോക്കാം. അതെ, രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ കാണപ്പെടുന്ന മാർബിൾ, സ്ലേറ്റ്, നൈസ് തുടങ്ങിയ കായാന്തരിക ശിലാനിർമ്മിത ഭാഗങ്ങൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഇന്ത്യയുടെ വടക്കുകിഴക്കായി വേറിട്ടു നിൽക്കുന്ന മേഘാലയ പീഠഭൂമിക്കും ഭൗമചലനങ്ങളാൽ പ്രധാന ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും വേർപെട്ടതാണെന്ന് കണക്കാക്കുന്നു. ഗുജറാത്തിലെ കച്ച് കത്തിയവാർ മേഖലയിലെ ശിലാതലപ്പുകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇനി കാർഷിക കാലങ്ങൾ, പ്രധാന വിളകൾ. മിക്കതും നമുക്കറിയാവുന്നവയാണ്, എന്നാലും ഒന്ന് റിവൈസ് ചെയ്യുന്നത് പോലെ പഠിച്ചിരിക്കാം. കാർഷിക കാലങ്ങൾ ഖാരിഫ് ആണ്. ഒന്നാമത് ഖാരിഫ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാർഷിക കാലമാണ് ഖാരിഫ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. പ്രധാന വിളകൾ ഏതൊക്കെയാണ്? ഉഷ്ണമേഖലാ വിളകളാണ്. നെല്ല്, പരുത്തി, ചണം, ബജ്ര, തുവര എന്നിവയാണ് പ്രധാനപ്പെട്ട ഖാരിഫ് വിളകൾ. നെല്ല്, പരുത്തി, ചണം, ബജ്ര, തുവര. അടുത്തത് റാബി എന്നത് ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള കാർഷിക കാലമാണ്. ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള കാർഷിക കാലം ഏതാണ്? അത് റാബിയാണ്. പ്രധാന വിളകൾ ഏതൊക്കെയാണ്? മിതോഷ്ണ, ഉപോഷ്ണ വിളകളാണ്. ഉപോഷ്ണ, മിതോഷ്ണ വിളകളാണ് പ്രധാനപ്പെട്ട റാബി വിളകൾ. ഏതൊക്കെയാണ്? ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുകുവർഗ്ഗങ്ങൾ, ബാർലി തുടങ്ങിയവയാണ്. ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുകുവർഗ്ഗങ്ങൾ, ബാർലി തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട റാബി വിളകൾ. ലാസ്റ്റ് വൺ സെയ്ദാണ്. സെയ്ദ് ക്രോപ്സ് ഏതൊക്കെയാണ്? ഏപ്രിൽ മുതൽ ജൂൺ വരെ ഉള്ള കാലഘട്ടത്തിലുള്ളതാണ് സെയ്ദ് എന്നത്. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാർഷിക കാലം ഏതാണ്? സെയ്ദാണ്. വിളകൾ പച്ചക്കറികൾ, പഴങ്ങൾ, കാലിത്തീറ്റ തുടങ്ങിയവയാണ്. പച്ചക്കറികൾ, പഴങ്ങൾ, കാലിത്തീറ്റ മുതലായവയാണ് സെയ്ദ് കാർഷിക കാലത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഖാരിഫ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. ഉഷ്ണമേഖലാ വിളകളായ നെല്ല്, പരുത്തി, ചണം, ബജ്ര, തുവര മുതലായവയാണ് പ്രധാന വിളകൾ. റാബി വിള ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ്. മിതോഷ്ണ ഉപോഷ്ണ വിളകളായ ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുകുവർഗ്ഗങ്ങൾ, ബാർലി മുതലായവയാണ്. സെയ്ദ് കാർഷിക കാലം ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ്. പച്ചക്കറി, പഴങ്ങൾ, കാലിത്തീറ്റ മുതലായവയാണ് സെയ്ദ് കാർഷിക കാലത്തിൻ്റെ പ്രധാന വിളകൾ. ഇനി ഡെൽറ്റകൾ. സമതലങ്ങളിലൂടെ ഒഴുകി നദീമുഖത്തോട് അടുക്കുമ്പോൾ നദി വളരെ സാവധാനം ഒഴുകുന്നു. നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദത്തിൻ്റെ അളവ് കൂടുതലായതിനാലും നദീജലം കൂടുതലായതിനാലും മിക്ക നദികളും ഈ പ്രദേശത്ത് കൈവഴികളായി പിരിഞ്ഞൊഴുകുന്നു. നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഈ കൈവഴികൾക്കിടയിൽ നിക്ഷേപിക്കപ്പെട്ട് ഏതാണ്ട് ത്രികോണാകൃതിയിലുള്ള ഭൂരൂപങ്ങൾ രൂപപ്പെടുന്നു. രൂപം കൊള്ളുന്നു. ഇവയാണ് ഡെൽറ്റകൾ. അപ്പോൾ ഡെൽറ്റകൾ എന്താണെന്ന് ക്ലിയർ ആണോ? സമതലങ്ങളിലൂടെ ഒഴുകി നദീമുഖത്തോടടുക്കുമ്പോൾ നദികൾ വളരെ സാവധാനം ഒഴുകുന്നു. നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദത്തിൻ്റെ അളവും നദീജലത്തിൻ്റെ അളവും കൂടുതലായതുകൊണ്ട് മിക്ക നദികളും ഈ പ്രദേശത്ത് കൈവഴികളായി പിരിഞ്ഞാണ് ഒഴുകുന്നത്. ഇത് കണ്ടോ ഈ പിക്ചറിലുള്ളതുപോലെ. അപ്പോൾ നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ
ഈ കൈവഴികൾക്കിടയിൽ നിക്ഷേപിക്കപ്പെട്ട് ഏതാണ്ട് ത്രികോണാകൃതിയിലുള്ള ഭൂരൂപങ്ങൾ രൂപം കൊള്ളുകയും അതാണ് ഡെൽറ്റ എന്ന് അറിയപ്പെടുകയും ചെയ്യുന്നത്. ഓക്കെ, ഗ്രീക്ക് അക്ഷരമാലയിൽ ഡെൽറ്റ എന്നത് ഈ ഒരു അക്ഷരത്തിൻ്റെ ആകൃതിയോട് സാമ്യം ഉള്ളത് കൊണ്ടാണ് ഇവയ്ക്ക് ഈ ഒരു പേര് കിട്ടിയത്. അപ്പോൾ ഡെൽറ്റ എന്നാൽ ഇത് ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെയാണ്. ഗ്രീക്ക് അക്ഷരമാലയിലെ ഡെൽറ്റയ്ക്ക് സാമ്യം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു പേര് വന്നിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. അടുത്തത്, നദീജന്യ ദ്വീപുകൾ, നീർച്ചാൽ തിട്ടകൾ, മണൽ വരമ്പുകൾ എന്താണെന്ന് നോക്കാം. സമതലങ്ങളിൽ നദിയുടെ ഒഴുക്കും ആഴവും താരതമ്യേന കുറവാണ്. ആയതിനാൽ അവ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ നദീചാലുകളിൽ ദ്വീപുകളായും, അതായത് നദീജന്യ ദ്വീപുകൾ, വശങ്ങളിൽ തിട്ടകളായും, അതായത് നീർച്ചാൽ തിട്ടകളായും നിക്ഷേപിക്കപ്പെടുന്നു. പൊടിമണൽ, മണൽ, ചരൽ എന്നിവ ഉൾപ്പെടുന്ന അവസാദങ്ങൾ നദീതടങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്ന രേഖീയ ഭൂരൂപങ്ങളാണ് എന്ത്? മണൽ വരമ്പുകൾ എന്നിവ. നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ നദീചാലുകളിൽ ദ്വീപുകളായി രൂപപ്പെടുന്നവയാണ് നദീജന്യ ദ്വീപുകൾ. വശങ്ങളിൽ തിട്ടകളായി നിക്ഷേപിക്കപ്പെടുന്നതാണ് നീർച്ചാൽ തിട്ടകൾ എന്നിവ. ഇത് നദീതടങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്ന രേഖീയ ഭൂരൂപങ്ങളാണ് മണൽ വരമ്പുകൾ. അപ്പോൾ മണൽ വരമ്പുകൾ, അപ്പോൾ നദീജന്യ ദ്വീപുകൾ, നീർച്ചാൽ തിട്ടുകൾ, മണൽ വരമ്പുകൾ നമ്മൾ കണ്ടു. പ്രളയ സമതലങ്ങൾ. പ്രളയസമയത്ത് നദികൾ കരകവിഞ്ഞൊഴുകുമ്പോൾ അവ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ ഇരുകരകളിലും നിക്ഷേപിക്കപ്പെട്ട് സമതലങ്ങൾ രൂപം കൊള്ളുന്നു. ഇങ്ങനെ പ്രളയസമയത്ത് എക്കൽ നിക്ഷേപിച്ചു രൂപപ്പെടുന്ന സമതലങ്ങളായതിനാൽ ഇവയെ പ്രളയ സമതലങ്ങൾ എന്ന് വിളിക്കുന്നു. കൃഷിക്ക് ഏറെ അനുയോജ്യമായ ഇത്തരം പ്രളയ സമതലത്തിലാണ് ലോക പ്രശസ്തമായ പല നദീതട സംസ്കാരങ്ങളും ഉടലെടുത്തത്. അപ്പോൾ പ്രളയ സമതലങ്ങൾ എങ്ങനെയാണ് രൂപം കൊള്ളുന്നതെന്ന് മനസ്സിലായോ? പ്രളയ സമയത്ത് നദികൾ കരകവിഞ്ഞ് ഒഴുകുമ്പോൾ അവ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ ഇരുകരകളിലും നിക്ഷേപിക്കപ്പെട്ട് സമതലങ്ങൾ രൂപം കൊള്ളുന്നു. അത്തരത്തിൽ രൂപപ്പെടുന്ന സമതലങ്ങളാണ് എന്ത്? പ്രളയ സമതലങ്ങൾ എന്നിവ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.